അതെ, ഇന്നൊരു ഭയങ്കര സന്തോഷത്തിന്റെ ദിവസമാണ് കേട്ടോ. എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടേ. കണ്ടടാ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ പൂജയപ്പം. അതായത് നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലും പിന്നെ ആലപ്പുഴ ജില്ലയിലും മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമുണ്ടേ. ഉദയം പൂജ എന്ന് പറയും. അതായത് ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ഈ മീനമേട മാസങ്ങളിലാണ് കേട്ടോ ഇത് പ്രധാനമായിട്ടും. എന്ന് വെച്ചാൽ ചൂട് കൂടി നിൽക്കുന്ന ആ ഒരു സമയമില്ലേ, അപ്പോഴാണ് ഇത് നടത്തുന്നത്. അപ്പം ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളോടെ ഒരു നാട് മൊത്തം ഒന്നിച്ച് നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതൊരു ഭയങ്കര ഉത്സവം പോലെയായിരുന്നു കേട്ടോ. 3 ദിവസം ഒക്കെ ഇതിൻ്റെ പരിപാടി ഉണ്ടാവും. സദ്യയും ഞാൻ പൂജപ്പാടം എന്നാണ് പറയണത്, പൂജപ്പാടത്തിലാണ് നടത്തണേ. അപ്പം നമ്മൾ പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇത് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കിതൊന്നും ഇഷ്ടമൊന്നും അല്ലായിരുന്നേ. അപ്പോൾ നമ്മുടെ അമ്മമാർ ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് തേനകത്തൊക്കെ ഇട്ട് നമ്മളെ കഴിപ്പിക്കുമായിരുന്നു കേട്ടോ. പിന്നെ വലുതായപ്പോൾ ഇതിനോട് കഴിച്ച് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാകുമല്ലോ. അങ്ങനെ ഇത് വലുതായപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരു പൂജയപ്പം ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയതാണ് കേട്ടോ ഈ പൂജയപ്പം. നമ്മൾ ഷീന ചേച്ചി കൊണ്ടു തന്നതാണ്. അപ്പോൾ ഷീന ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ്. അപ്പം ഇതെന്നിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ആണ് കേട്ടോ വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആദിത്യനെ ഇങ്ങനെ പൂജിക്കുക ചെയ്യണേ. ഉച്ച വെയിലത്ത് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് തളികയിലാക്കി ഇങ്ങനെ. അപ്പം എനിക്കറിയാവുന്ന അറിവുകൾ ഇത്രയൊക്കെ ഉള്ളൂ പൂജേനെ പറ്റിയും പൂജാപത്തിനെ പറ്റിയൊക്കെ. കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ.